ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനായി പോരാടിയ വിദേശ വനിത. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഓരോരുത്തർക്കും വിചിത്രമായി തോന്നാമെങ്കിലും ബ്രിട്ടീഷുകാർക്കെതിരായിട്ടുള്ള ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത കോൺഗ്രസിന്റെ പ്രസിഡന്റ് കൂടിയായിരുന്നു ഇംഗ്ലീഷ് വനിത ആനി ബെസന്റിന്റെ ജീവിത കഥയാണ് ഇന്ന് ചരിത്ര താളുകളിലൂടെ പരിശോധിക്കുന്നത്. ഏവർക്കും ചരിത്ര താളുകളിലേക്ക് സ്വാഗതം. സ്വാതന്ത്ര്യ സമരത്തിൽ മഹത്തായ സംഭാവനകൾ നൽകിയ ഇന്ത്യക്ക് വഴി കാണിച്ച ഐറിഷ് വിപ്ലവകാരിയുടെ ജനനം 1847 ഒക്ടോബർ 1 ഇംഗ്ലണ്ടിലായിരുന്നു. പിതാവ് വില്യം പീവുഡ് ഒരു ബഹുഭാഷാ പണ്ഡിതനും പുരോഗമനവാദിയുമായിരുന്നു. അമ്മയാകട്ടെ തികഞ്ഞ മതവിശ്വാസിയും. ആനി വുഡിന് 5 വയസ്സുള്ളപ്പോഴാണ് അവരുടെ പിതാവ് മരണപ്പെടുന്നത്. പിന്നീട് അവരുടെ ബാല്യം എന്ന് പറയുന്നത് തന്റെ അമ്മയ്ക്കൊപ്പമായിരുന്നു. 5 വയസ്സുള്ളപ്പോൾ അച്ഛനെ നഷ്ടപ്പെട്ട ആനി ബെസന്റ് അമ്മയുടെ തണലിൽ മിടുക്കിയായി വളർന്നു. എന്നാൽ ആ കുടുംബം ദാരിദ്ര്യത്തിലേക്ക് കൂപ്പുകുത്തുകയായിരുന്നു. പിന്നീട് സത്രം നടത്തിയാണ് അമ്മ അവളെ പഠിപ്പിച്ചതും വളർത്തിയതും. എന്നിരുന്നാലും ഉന്നത വിദ്യാഭ്യാസം ആനിക്ക് വേണ്ട വിധത്തിൽ നൽകുവാൻ അവർക്ക് ഈ സത്രം നടത്തിയത് കൊണ്ട് മാത്രം നൽകുവാൻ കഴിഞ്ഞിരുന്നില്ല. ആനിയുടെ അമ്മയുടെ സുഹൃത്തായിട്ടുള്ള എലിൻ മേരിയത്താണ് ആനിയുടെ പിന്നീടുള്ള വിദ്യാഭ്യാസത്തിന്റെ ചിലവുകൾ വഹിച്ചത്. അവർ ആനിക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഒരുക്കി അവളെ പഠിപ്പിച്ചു. അങ്ങനെ തന്നെ കിട്ടണം എന്നുള്ളതും ആനിയുടെ അമ്മ ഉറപ്പുവരുത്തിയിരുന്നു. ചെറുപ്പകാലത്ത് തന്നെ ധാരാളം യാത്രകൾ ചെയ്യുവാനും ആനിക്ക് അവസരം ലഭിച്ചു. അങ്ങനെ യൂറോപ്പിൽ അങ്ങോളം ഇങ്ങോളം സഞ്ചരിക്കാനായി. ആ അവസരം ആനി ശരിക്കും വിനിയോഗിച്ചു എന്ന് തന്നെ പറയാം. സമൂഹത്തോടുള്ള കടമയുടെ ശക്തമായ ബോധം ഒരുപക്ഷെ വളരെ ചെറുപ്പത്തിലെ തന്നെ ആനി ബെസന്റിന്റെ പ്രവൃത്തിയിലുടനീളം പ്രകടവുമായിരുന്നു. 1871 ലണ്ടൻ യൂണിവേഴ്സിറ്റിയിൽ നിന്നും MSc ബോട്ടണിയിൽ 1ാം ക്ലാസ്സോടെയാണ് ആനി ബെസന്റ് വിജയിക്കുന്നത്. ബ്ലവസ്കി എന്ന ഒരു റഷ്യക്കാരിയുമായുള്ള അടുപ്പം ആനിയെ തിയോസഫിക്കൽ സൊസൈറ്റിയിൽ അംഗമാക്കി. 20ാം വയസ്സിൽ വികാരി ഫ്രാങ്ക് ബെസന്റിനെ വിവാഹം കഴിച്ചുവെങ്കിലും രാഷ്ട്രീയ അഭിപ്രായങ്ങളും വ്യത്യാസങ്ങളും ഒക്കെ തുടർന്ന് നിയമപരമായി ആ ബന്ധം വേർപിരിയുകയായിരുന്നു. ഫെമിനിസ്റ്റ് ആശയങ്ങളോടുള്ള രാഷ്ട്രീയ മതപ്രവർത്തക കൂടിയായിരുന്നു ആനി ബെസന്റ്. ഇതവരുടെ കുടുംബജീവിതത്തിലും സമൂഹത്തിലുമുള്ള പല പ്രശ്നങ്ങൾക്കും കാരണമായി. ഈ ഒരു സമയത്താണ് നിരീശ്വരവാദിയും രാഷ്ട്രീയ പ്രവർത്തകനുമായ ചാൾട്ട് ബ്രോഡ്രോയുടെ അടുത്ത സുഹൃത്തായി ആനി ബെസന്റ് മാറുന്നത്. 1877 ജനന നിയന്ത്രണത്തെക്കുറിച്ച് അവർ പ്രസിദ്ധപ്പെടുത്തിയ ഒരു പുസ്തകം കാരണം നിയമ നടപടികളെ അവർ നേരിടേണ്ടി വന്നു. ഈ വിവാദം അവരെ ഒരുപാട് പ്രശസ്തിയിലേക്ക് എത്തിക്കുകയായിരുന്നു. വില്യൻ ഒബ്രെയിൻ എന്ന പാർലമെന്റ് അംഗത്തെ ജയിലിൽ നിന്നും മോചിപ്പിക്കുന്നതിനായി ലണ്ടനിൽ നടന്ന ബ്ലഡി സൺഡേയുടെയും ലണ്ടൻ മാച്ച് ഗേൾസ് സമരത്തിന്റെയും സംഘാടകരിൽ ഒരാളായി ആനി മാറി. ചിന്താ സ്വാതന്ത്ര്യം, മതേതരത്വം, സ്ത്രീകളുടെ അവകാശങ്ങൾ, ജനന നിയന്ത്രണം, തൊഴിലാളികളുടെ അവകാശങ്ങൾ, സോഷ്യലിസം എന്നിവയ്ക്ക് വേണ്ടിയായിരുന്നു ആനി ബെസന്റിന്റെ പോരാട്ടങ്ങൾ. ആളുകളുടെ ജീവിതം നിയന്ത്രിക്കുന്ന സഭയ്ക്കോ ചട്ടക്കൂടിലോ ഒന്നും തന്നെ അവർക്കൊരിക്കലും ഒരു വിശ്വാസവും ഉണ്ടായിരുന്നില്ല. പ്രത്യേകിച്ച് അവർ ഈ ഒരു കാര്യത്തിനൊക്കെ വളരെയധികം എതിരുമായിരുന്നു. മികച്ച ഒരു പൊതുപ്രഭാഷക കൂടിയായിരുന്നു ആനി ബെസന്റ്. അതുകൊണ്ട് തന്നെ തന്റെ മികവുറ്റ ആശയങ്ങൾ ജനങ്ങളിലേക്ക് കൂടുതൽ എത്തിക്കുന്നതിനായി അവർ കൂടുതൽ സമയവും തിരഞ്ഞെടുത്തു. ഒപ്പം തന്നെ ധാരാളം യാത്രകളും ചെയ്തു. തിയോസഫിക്കൽ സൊസൈറ്റിയുടെ ഭാഗമായിട്ടാണ് 1893 ആദ്യമായി ആനി ബെസന്റ് നോർത്താംപ്ടൺ പ്രവിശ്യയിൽ ഇന്ത്യയിൽ എത്തുന്നത്. 1907 മുതൽ 1933 വരെ തിയോസഫിക്കൽ സൊസൈറ്റിയുടെ പ്രസിഡന്റ് കൂടിയായിരുന്നു ആനി ബെസന്റ്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിൽ അവർ വഹിച്ച പങ്കും പ്രാധാന്യം അർഹിക്കുന്നത് തന്നെയായിരുന്നു. ആനി ബെസന്റ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ ചേർന്ന് ഇന്ത്യയിലെ രാഷ്ട്രീയത്തിലും പ്രവർത്തന മികവ് കാഴ്ചവെച്ചിരുന്നു. 1914 1ാം ലോക മഹായുദ്ധം പൊട്ടിപ്പുറപ്പെട്ടപ്പോൾ ഇന്ത്യയിലെ ജനാധിപത്യത്തിനും ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനുള്ളിലെ ആധിപത്യ പദവിക്കും വേണ്ടിയുള്ള പ്രചാരത്തിനുമായി ഹോം റൂൾ ലീഗ് ആരംഭിക്കുവാൻ ആനി ബെസന്റ് സഹായിക്കുകയുണ്ടായി. ഇത് ആനി ബെസന്റിനെ 1917 അവസാന കാലഘട്ടത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെടുന്നതിന് വരെ കാരണവുമായി. യുദ്ധാനന്തരവും ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിനും തിയോസഫിയുടെ കാരണങ്ങൾക്ക് വേണ്ടിയുള്ള പ്രചാരണം മരണം വരെയും അവർ തുടർന്നു എന്ന് പറയുമ്പോൾ എത്രമാത്രം അവർ ഈ കാര്യങ്ങളിലെല്ലാം അത്രയധികം സംയോജിതമായി ഇടപെട്ടിരുന്നു എന്നത് നമുക്ക് ചിന്തിക്കാനാകുന്നതേയുള്ളൂ.
പിന്നീട് ബനാറസിൽ ഹിന്ദു സെൻട്രൽ കോളേജിൽ CHC അവർ സ്ഥാപിക്കുകയുണ്ടായി. 1916 ബനാറസ് ഹിന്ദു സർവകലാശാല സ്ഥാപിക്കാൻ കൂട്ടുനിന്ന മദൻ മോഹൻ മാളവ്യയെ കണ്ടുമുട്ടുകയും CHC യൂണിവേഴ്സിറ്റിയുടെ ആദ്യത്തെ ഘടക കോളേജായി മാറുകയും ചെയ്തു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് INC-യിൽ ചേരുമ്പോൾ ആനി ബെസന്റിന്റെ പ്രധാനപ്പെട്ട ആവശ്യം എന്താണെന്ന് പറഞ്ഞാൽ സ്വയം ഭരണത്തിനായി സർക്കാർ നടപടി ഉണ്ടാകുക എന്നതായിരുന്നു. ഒന്നാം ലോക മഹായുദ്ധം പൊട്ടിപ്പുറപ്പെട്ടപ്പോൾ അവർ പറഞ്ഞ കാര്യം ലോക ശ്രദ്ധ നേടിയതായിരുന്നു. ഇംഗ്ലണ്ടിന്റെ ആവശ്യം ഇന്ത്യയുടെ അവസരം എന്നത് തന്നെയാണ്. യുവാക്കൾക്ക് വേണ്ടിയുള്ള സ്വമേധയ രാഷ്ട്രീയേതര വിദ്യാഭ്യാസ പ്രസ്ഥാനമായ കൗണ്ട് പ്രസ്ഥാനം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ സജീവമാക്കുവാനുള്ള പ്രവർത്തനങ്ങളിലും ആനി ബെസന്റ് ഏർപ്പെട്ടു. പിന്നീട് 1916 ഹോം റൂൾ ലീഗ് എന്ന പ്രസ്ഥാനം ബാലഗംഗാധര തിലകിന്റെ സഹായത്തോടെ ആനി ബെസന്റ് ആരംഭിക്കുകയുണ്ടായി. ഹോം റൂൾ പ്രസ്ഥാനത്തിന്റെ വളർച്ചയ്ക്കും വ്യാപനത്തിനും ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം സാക്ഷ്യം വഹിക്കുകയും ചെയ്തു. ഹോം റൂൾ പ്രസ്ഥാനത്തിന്റെ ലക്ഷ്യം കാനഡ, ഓസ്ട്രേലിയ തുടങ്ങിയ രാജ്യങ്ങളുടെ മാതൃകയിൽ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ കീഴിൽ ഇന്ത്യക്ക് ഹോം റൂൾ അല്ലെങ്കിൽ ആധിപത്യ പദവി നേടിയെടുക്കുക എന്നതായിരുന്നു. 2 ഹോം റൂൾ ലീഗുകളിലൂടെയാണ് ഈ നീക്കം നടന്നത്. സ്വയം ഭരണം അതിന്റെ മുദ്രാവാക്യമായി വാദിച്ച ആദ്യത്തെ ഇന്ത്യൻ രാഷ്ട്രീയ പാർട്ടി കൂടിയായിരുന്നു ഈ ലീഗ്. വർഷത്തിൽ ഒരിക്കൽ മാത്രം യോഗം ചേരുന്ന INC-യിൽ നിന്ന് വളരെ വ്യത്യസ്തമായി വർഷം മുഴുവനായിട്ടായിരുന്നു ഈ ലീഗിന്റെ പ്രവർത്തനം എന്ന് പറയുന്നത്. ലീഗിന് പ്രാദേശിക ശാഖകൾ ഉണ്ടായിരുന്നു. പൊതുപ്രസംഗങ്ങളും യോഗങ്ങളും പ്രകടനങ്ങളും ഒക്കെ നടത്തി കൂടുതൽ സജീവമാക്കാനും കൂടുതൽ ജനകീയമാക്കുവാനും ലീഗ് ശ്രദ്ധിച്ചിരുന്നു. ഒപ്പം തന്നെ ആനി ബെസന്റും ഇതേപോലെ കൂടുതൽ ജനങ്ങളിലേക്ക് ശ്രദ്ധ നേടിയ വനിതയായി തീരുകയായിരുന്നു. 1917 ജൂൺ മാസത്തിൽ ആനി ബെസന്റിനെ സർക്കാർ അറസ്റ്റ് ചെയ്യുകയുണ്ടായി. ഇവരെ വിട്ടയക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് INC-യും മുസ്ലിം ലീഗും രാഷ്ട്രീയ വൃത്തങ്ങളിൽ കാര്യമായ കോലാഹലങ്ങൾ തന്നെ ഉണ്ടാക്കി. മോചിപ്പിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് മഹാത്മാഗാന്ധി പോലും സർക്കാരിന് കത്തെഴുതിയതും ഈ അവസരത്തിലാണ്. ഒടുവിൽ 1917 സെപ്റ്റംബർ മാസത്തിലാണ് ആനി ബെസന്റ് ജയിലിൽ നിന്നും മോചിതയാകുന്നത്. രാജ്യമെമ്പാടുമുള്ള ജനങ്ങൾ അവരെ സ്വാഗതം ചെയ്യുകയും ചെയ്തു. ഗാന്ധി തന്നെയാണ് അവർക്ക് ആനി ബെസന്റിൽ നിന്നും ബസന്ത് ദേവി എന്ന പേര് നൽകിയത്. അതിനുശേഷം 1917 കോൺഗ്രസിന്റെ പ്രസിഡന്റായി മാറുകയായിരുന്നു. ഇന്ത്യൻ സ്വയംഭരണത്തിന്റെ കടുത്ത വക്താവ് ആനി ബെസന്റ് ഭാഷയെ സ്നേഹിച്ച, ജീവിതകാലം മുഴുവൻ ഊർജ്ജസ്വലമായ പഠനത്തിലൂടെ പ്രവർത്തനത്തിലൂടെ രാജ്യത്തിനും ലോകത്തിനും തന്നെ മാതൃകയായി തീർന്ന എഴുത്തുകാരിയും വക്താവുമായിരുന്നു. അതുതന്നെയാണ് ഒടുവിൽ ന്യൂ ഇന്ത്യ പത്രത്തിന്റെ എഡിറ്ററായി അവരെ എത്തിച്ചത്. ഇന്ത്യയെ മാതൃരാജ്യമായി സ്നേഹിച്ച, 40 വർഷത്തോളം ജീവിച്ച് ഇന്ത്യയുടെ നവോത്ഥാനത്തിനും സ്വാതന്ത്ര്യത്തിനും വേണ്ടി പ്രവർത്തിച്ച ആംഗ്ലോ ഐറിഷ് വനിത. പിന്നീട് നാഷണൽ സെഗ്നോ സൊസൈറ്റിയുടെ അറിയപ്പെടുന്ന പ്രസംഗകയും എഴുത്തുകാരിയുമായി മാറി. അറേബ്യയിലെ മഹാനായ പ്രവാചകന്റെ ജീവിതാനുഭവങ്ങളിൽ നിന്നും അധ്യാപനത്തിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് ഇന്ത്യക്ക് വേണ്ടി ജീവിച്ച ഇംഗ്ലീഷ് വനിത.